ഹായ് ഓൾ. സോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്യാമറ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ഉണ്ട്. അത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആ, നമ്മുടെ റൂഫ് ടോപ്പ് വഴി മുകളിലെ പോർഷൻ വഴി നമ്മുടെ എ പില്ലറിൻ്റെ സൈഡ് വഴി എടുത്തിട്ട് ബീഡിങ് വഴി സെക്കൻഡ് റോ, അതായത് ബി പില്ലറിലേക്ക് കണക്ട് ചെയ്ത് ബി പില്ലറിൻ്റെ ഇടക്കൂടെ എടുത്ത് പിന്നെ സി പില്ലർ വഴി പുറത്തേക്ക് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ എ പില്ലർ വഴി എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീഡിങ് വഴി ഇതിപ്പോൾ ബി പില്ലറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ബി പില്ലറിൻ്റെ ഈ പ്ലാസ്റ്റിക് പോർഷൻ നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഗ്യാപ്പ് ആക്കിയിട്ട് അതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കുകയാണ്. അതിനകത്ത് മേൾ സൈഡിലേക്ക് നമുക്ക് ലോക്കൊന്നും ഇല്ല. അപ്പോൾ അത് ഈസി ആയിട്ട് അതിനകത്തോട്ടേക്ക് പോകും കേബിൾ. അങ്ങനെ നമ്മൾ ആ കേബിൾ എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ നോക്കി കാണാം, ബി പില്ലറിൻ്റെ അകത്തൂടെ എടുത്ത് നമ്മളിതിപ്പോൾ കണക്ട് ചെയ്യാണ്. ബീഡിങ് വഴി തന്നെയാണ് എടുത്തേക്കുന്നത്. ബീഡിങ് വഴി എടുത്തിട്ട് ഇപ്പോൾ സി പില്ലറിൻ്റെ അവിടെയുള്ള ഈ പ്ലാസ്റ്റിക് പോർഷനകത്തൂടെ സെയിം മെത്തേഡ് നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടിൻ്റെ മുകൾ വശത്തേക്ക് ബൂട്ടിൽ ഇപ്പം ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ മുകൾ വശത്തേക്ക് കിട്ടും ഇത്. അതുവഴി നമ്മുടെ റൂഫിൻ്റെ സെയിം ഇതിനകത്തൂടെയാണ് നമ്മളത് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഞാൻ ആൻറ്റി സ്റ്റാറ്റിക് സ്റ്റിക്കർ ഇവിടെ ഈ നമ്മുടെ വൈപ്പറിൻ്റെ മോട്ടോറിന് ഓൾമോസ്റ്റ് പാരലായി ടോപ്പ് സൈഡിലേക്ക് ഒട്ടിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് മിഡ് പോർഷൻ കിട്ടാൻ വേണ്ടി. അതേപോലെ ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ ഒട്ടിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഇതിൻ്റെ ബേസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിന് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ആ സ്റ്റിക്കറിൻ്റെ ഇത് അതിൻ്റെ മുകളിലുള്ള ടേപ്പ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ക്യാമറ ആ സ്ക്വയർ, ഇപ്പോൾ ഇതിൻ്റെ ഈ ബേസ് കണ്ടു, ആ സ്ക്വയറിന് കറക്റ്റായിട്ട് ആ സ്റ്റിക്കറിൻ്റെ മുകളിലൊരു സ്ക്വയർ ഉണ്ട്, ആൻറ്റി സ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സിൻ്റെ മേലെ. ആ സ്റ്റിക്കറിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ഈ ബേസ് കറക്റ്റായിട്ട് ഒട്ടിക്കുകയാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞു. അത് അത് ഇപ്പോൾ ഇവിടെ ഒട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ഇതിനെ അപ്പ് ആൻഡ് ഡൗൺ ഇതിൻ്റെ ലെൻസ് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, അത് കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. ഞാൻ ബാക്സിലിരുന്നിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ വെച്ച് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതിപ്പോൾ ഈ വയറിങ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിനകത്ത് കുറേ എക്സ്ട്രാ വയേഴ്സ്, ഐ മീൻ വയേഴ്സ് അല്ല, ആ വയറിൻ്റെ എക്സ്ട്രാ കുറേ ലെങ്ത് ഉണ്ട് ആ വയർ. അപ്പോൾ ആ വയറിൻ്റെ നീളം മൊത്തം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് വയർ കേബിൾ ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കാണ്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ടർ. അപ്പോൾ ഞാനിത് കണക്ടർ ഊരിയതിന് ശേഷം പ്രോപ്പറായിട്ട് ഇപ്പോൾ വയർ ചെയ്തിട്ടുണ്ട്. വയർ പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വന്നത് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൽ കണക്ടറും ഫീമെയിൽ കണക്ടറും ഇനി കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഈ മെയിൽ കണക്ടറിന് ഫീമെയിൽ കണക്ടറിൽ ഒരു ഡോട്ടും പിന്നെ ഒരു കട്ടും ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്കും ഉണ്ട്. അപ്പോൾ ആ ആരോ മാർക്ക് നമ്മൾ നോക്കി കാണാം, ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്, ഇവിടെയാണ്. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി കഴിഞ്ഞു. ഇനി ഈ ലോക്കായത് ഇതാണ്. ഇപ്പം നമുക്കിത് പല മെത്തേഡിൽ വയർ ചെയ്യാം. ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ മുകളിലുള്ള ബൂട്ട് ഡോറിൻ്റെ മുകളിലുള്ള കേബിൾ പോകുന്ന അതേ ലൈനിൽ നമുക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിലൂടെ പുറത്തേക്ക് എടുക്കാം. പക്ഷെ അത് നമ്മൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതിന് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ പ്രോപ്പറായിട്ട് വയർ ചെയ്തു. ഇതേപോലെ ഇതിൻ്റെ മുകൾ വശത്തൂടെ അതിൻ്റെ ബീഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ എക്സ്ട്രാ വന്ന കേബിളൊക്കെ അതിനകത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടൂൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് കേബിൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. മറ്റേതാകുമ്പോൾ അതില്ലാതെ ചെയ്യാം. താങ്ക് യു.